ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞങ്ങൾക്കൂടെ തണുപ്പൊക്കെ ആരംഭിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോഴൊക്കെ വർക്കിംഗ് ഡേയ്സാണ്. ഞങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് ഒന്ന് ചെറിയൊരു റെസ്റ്റൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഞങ്ങളൊന്ന് കടയിൽ പോകണം. അടുക്കളയിലേക്കൊക്കെ വേണ്ട കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പച്ചക്കറി അങ്ങനത്തെയൊക്കെ ഐറ്റംസൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞാനും ചേട്ടനും മാത്രമേ പോകുന്നുള്ളൂ. ചെറിയ ഷോപ്പിംഗ് ഉള്ളൂ. അതെ, എനിക്ക് സ്കൂളിൽ വീണ്ടും പോകണം. അഞ്ചിനെ കൊണ്ടുപോകണില്ല, ഞങ്ങളുടെ മാത്രമേ പോകുന്നുള്ളൂ. പിന്നെ നമുക്ക് മെഡിസിൻ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ഐറ്റംസൊക്കെ വാങ്ങിക്കാനൊക്കെ ഉള്ളത് ഒക്കെ തീർന്നിരിക്കണം. അപ്പോൾ അതെല്ലാം വാങ്ങിക്കണം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങാണ്. തണുപ്പ് ആരംഭിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ സ്വെറ്റർ, കോട്ട് അങ്ങനത്തെയൊക്കെ ഐറ്റം, തൊപ്പി, ഓരോന്നോരോന്നായിട്ട് സോക്സ് അങ്ങനത്തെയൊക്കെ ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് ഇനി നമുക്ക് ഇറക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങാണ് ഷോപ്പിങ്ങിനായിട്ട്. അപ്പോൾ ഇതെല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഇന്നിപ്പോൾ ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇന്ന് പോകുന്നത് 2 വീലറിന് കേട്ടോ. ഇന്ന് വണ്ടി എടുത്തിട്ടില്ല. 4 വീലറിന് മുകളിൽ 2 വീലറിന്. അവിടെ അടുത്ത് തന്നെയാണ് നമ്മൾ പോകുന്നത് സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മൊത്തം പച്ചക്കറിക്കാരും ഫ്രൂട്ട്സുകാരും ഒക്കെയാണ്. അപ്പോൾ ഈവനിങ് ടൈമിലൊക്കെ ഇങ്ങനെ എപ്പോഴും ഒരു ഫ്രൂട്ട്സൊക്കെ വയ്ക്കും കേട്ടോ. ഫ്രൂട്ട്സും അതെ, വെജിറ്റബിൾസും അതെ, ഇഷ്ടം പോലെ ഉണ്ടാവും ആ സമയത്ത്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ ആ മാർക്കറ്റിലേക്ക് എത്തി. ആദ്യം തന്നെ ഞങ്ങൾ പോകുന്നത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉള്ള ആ ഒരു സെക്ഷനിലേക്ക് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തണുപ്പ് കാലമായതുകൊണ്ട് തന്നെ അവിടെ കപ്പലണ്ടിയൊക്കെ പാക്കറ്റുകളായിട്ട് ഇഷ്ടംപോലെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളും എടുത്തിട്ടുണ്ട് കപ്പലണ്ടിയുടെ പാക്കറ്റ്. തണുപ്പ് കാലത്ത് നമുക്ക് ശരീരത്തിന് ചൂട് കിട്ടുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ എല്ലാവരും അത് വാങ്ങിക്കും. ഞങ്ങൾ വാങ്ങിച്ചു, ഇടയ്ക്കൊക്കെ ഇരുന്ന് കഴിക്കാമല്ലോ എന്നും പറഞ്ഞു. പിന്നെ നമ്മുടെ വെരി നെസസറി ഐറ്റംസ്, നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ആട്ട, പിന്നെ പഞ്ചസാര, ഇങ്ങനത്തെ ഐറ്റംസ്, കിച്ചൺ ഐറ്റംസ് കേട്ടോ മെയിൻലി നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്തത് കുക്കിംഗ് ഓയിൽ. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. കേരളത്തിൽ കിട്ടുന്ന ആ ടൈപ്പൊന്നും ഇവിടെ കിട്ടില്ല, എങ്കിലും ഇവിടെ കിട്ടുന്നതായ രീതിയിൽ നമുക്ക് ഏത് വേണമെങ്കിലും. ഞങ്ങൾ ഫോർച്യൂണിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്, ചിലപ്പോൾ സൺഫ്ലവർ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ ഫോർച്യൂണിൻ്റെ വേഗം കണ്ടപ്പോൾ അത് തന്നെ എടുത്തു. പിന്നെ അടുത്തടുത്ത് ഇഡ്ഡലി റൈസാണ്. പിന്നെ ഈന്തപ്പഴം. ഇനിയിപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഈന്തപ്പഴത്തിനൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലി റൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ദോശയോ ഇഡ്ഡലിയോ ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അത് ഞാൻ എപ്പോൾ ഈ കടയിൽ വന്നാലും ഒരേ പാക്കറ്റ് അല്ലെങ്കിൽ 2 പാക്കറ്റ് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളുടെ തൽക്കാലം വേണ്ട മറ്റു മസാല ഐറ്റംസുകളെല്ലാം, ചെറിയ ഷോപ്പിംഗ് ചെയ്യേണ്ടതെല്ലാം ഒരുവിധമൊക്കെ വാങ്ങിച്ച്. പിന്നെ ബിസ്ക്കറ്റ് കാര്യങ്ങൾ മറന്നായിരുന്നു. അപ്പോൾ ബിസ്ക്കറ്റും വന്നതാ ഇഷ്ടമുള്ളത് നോക്കി അങ്ങനെ ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ പോയി പേയ്മെൻറ്റ് നടത്തണം കേട്ടോ. അപ്പോൾ കടയിലൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇരുട്ടായിട്ടോ, ഒന്ന് ഓടി വന്നതാ. എന്നാൽ പോലും ഭയങ്കരമായിട്ട് ഇരുട്ടായി. ഇപ്പം വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ വേഗത്തിൽ ഇരുട്ടാവണം. അപ്പോൾ കിച്ചണിലേക്ക് വന്നു. ഞാൻ വാങ്ങിച്ച ഐറ്റംസൊക്കെ ഒരുവിധം എടുത്തു വെക്കേണ്ടതൊക്കെ വേഗം വെക്കേണ്ട സ്ഥലങ്ങളിലേക്കൊക്കെ എടുത്തു വെച്ചു. അപ്പോഴേക്കും അഞ്ചു ട്യൂഷനൊക്കെ കഴിഞ്ഞു. അഞ്ചു എത്തിയിട്ടുണ്ട്. ചേട്ടന് ബാഡ്മിൻ്റൺ കളിക്കാൻ പോകണമായിരുന്നു. ചേട്ടൻ പോയി കഴിഞ്ഞു. അപ്പോൾ ഇനി ചേട്ടൻ വരുമ്പോഴേക്കും, അതുപോലെ തന്നെ 5 ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോഴേക്കും 5 വിശക്കണമെന്നും പറഞ്ഞ് എന്തെങ്കിലും വേണം, ഈവനിങ് സ്നാക്ക് വേണമെന്നും പറഞ്ഞു. കാരണം ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല വിശപ്പായിരിക്കും. വിൻ്റർ സീസണിൽ വിശപ്പ് കൂടുതലുള്ള ടൈമാണ്. സമ്മർ സീസണിൽ നമുക്ക് അത്രയും തോന്നില്ല. സമ്മർ സീസണിൽ ദാഹമാണ്, അപ്പോൾ കുറേ വെള്ളം കുടിക്കാൻ തോന്നും. വിൻ്റർ സീസണിൽ പക്ഷേ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ നമുക്ക് വല്ലാണ്ട് ആഗ്രഹം തോന്നും, വിശപ്പ് തോന്നും. അപ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് വിൻ്റർ സീസണിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇനി എനിക്ക് കട്ടൻ ചായ ഉണ്ടാക്കണം. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ പ്ലേറ്റ്സ് കാര്യങ്ങളൊന്നും വാഷ് ചെയ്തിട്ടില്ല. എല്ലാം അങ്ങനെ കാലിയാക്കിയൊക്കെ വെക്കേണ്ടതൊക്കെ ഞാൻ കാലിയാക്കി ഒരു കണക്കിന് അറേഞ്ച് ചെയ്തൊക്കെ സ്ലാബുമ്മ വെച്ചു. ഇനി വാഷ് ചെയ്യാനുള്ളതൊക്കെ അങ്ങനെ തന്നെ കിടക്കണം, അതെല്ലാം വാഷ് ചെയ്യണം. അപ്പോൾ അതിന് മുൻപ് എനിക്ക് വേഗം എന്തെങ്കിലും ഉണ്ടാക്കി എന്നിട്ട് മമ്മി വാഷ് ചെയ്താൽ മതി എന്നാ അഞ്ചുവിൻ്റെ ഓർഡർ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഓർത്തുനിന്ന് നേന്ത്രപ്പഴം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നേന്ത്രപ്പഴം 2-3 എടുത്തിട്ടുണ്ട്, നല്ലപോലെ പഴുത്ത പഴം. അപ്പോൾ ഇത് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്ക് എന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണം. അപ്പോൾ ഇത് കട്ടൻ ചായ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരുവിധം വിശപ്പൊക്കെ മാറിക്കോളും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് രാത്രിയിലത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ. രാത്രിയിലേക്ക് അല്ലെങ്കിൽ ഇന്ന് അധികം ടെൻഷനില്ല, കാരണം കറിയൊക്കെ ഇരിപ്പുണ്ട്, കറിയും ചോറും ഒക്കെ ഇരിപ്പുണ്ട്. എന്തെങ്കിലും സൈഡ് എന്തെങ്കിലും ചെറിയ ഐറ്റം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത് തുടങ്ങാം ആദ്യം, അതിന് ശേഷം കിച്ചൺ ക്ലീനിങ് ഒക്കെ നടത്താമെന്ന് വിചാരിച്ചേക്കണം. അപ്പോൾ ഞാൻ പോകുന്നതിന് മുൻപ് തന്നെ ഉച്ചക്കലത്തിൽ ലഞ്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബാക്കി ഉണ്ടായിരുന്ന ഐറ്റംസൊക്കെ ഇങ്ങനെ ബോക്സുകളിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, ടിഫിനിലും ബോക്സിലൊക്കെ.
പിന്നെ ഇവിടെ നമ്മുടെ ചീനച്ചട്ടി, കുക്കർ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടാട്ടോ പോയത്. അപ്പം ഇനി അങ്ങനത്തെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം ബാക്കി കിടക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് സ്നാക്ക് ആദ്യം ഉണ്ടാക്കാം, എന്നിട്ട് ബാക്കി ജോലികളൊക്കെ തീർക്കാൻ ഒരുമിച്ച് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റവ് കാര്യങ്ങളെല്ലാം ഞാൻ തുടച്ച് ക്ലീൻ ആക്കിയിട്ടിട്ടോ പോയത്. രാവിലെ ഒരു ചെറിയ ക്ലീനിങ് നടത്തിയിട്ട് പോകും, പിന്നെ പോയി വന്നിട്ടുള്ള ഉച്ചക്കാലത്തെ ക്ലീനിങ്ങൊക്കെ, സമാധാനത്തിലുള്ള ക്ലീനിങ്ങൊക്കെ ഉച്ചയ്ക്ക് വന്ന് ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിട്ടോ പോയത്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും സ്നാക്ക് ഉണ്ടാക്കാൻ ആരംഭിക്കാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന സ്നാക്ക് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ പറയുക 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല പഴുത്ത പഴം നോക്കി തന്നെ എടുത്തേക്കണേ. അപ്പോൾ അതിൻ്റെ തൊണ്ട് കളഞ്ഞ് അതിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ പഴമൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 പഴമായിട്ടോ ഞാൻ ഇവിടെ എടുത്തേക്കണേ. 3 എന്താ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഞാൻ എന്താ പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നെയ്യിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നെയ്യ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നെയ്യ് ഞാൻ എന്താ അവിടെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതാ 1 സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് പഴം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിനകത്തേക്ക് ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നാലും നമ്മുടെ സ്നാക്ക് നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം കേട്ടോ. എന്തായാലും ചേർക്കണം, കാരണം എന്നാലേ സ്നാക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ശകലം ഏലക്കായും ജീരകം കൂടെ പൊടിച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അതൊന്നും അത്ര മസ്റ്റൊന്നുമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷണലാണ്. വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അതിൻ്റെ ഒരു ഇവിടെ ഇരിപ്പുണ്ടായിരുന്നപ്പോൾ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, നമ്മുടെ ഈ ഷുഗറും ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരിത്തിരി സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാൻ എന്താ ഫ്ലെയിം ഓഫാക്കണം. നമ്മൾ പഴം നല്ലപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നല്ലപോലെ പഴുത്ത പഴമാണെങ്കിൽ വേഗം കുക്കായി കിട്ടും. പഴുപ്പ് കുറവാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഞാനെടുത്തിരുന്നത് നല്ല ഒരുവിധം നല്ല പഴുത്ത പഴമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേഗത്തിൽ തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് നീക്കി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ജോലി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ എന്താ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ എടുത്താലും മതി കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അതെടുത്തു. ഞാൻ ഗോതമ്പ് പൊടി എടുക്കണേ. ഗോതമ്പ് പൊടി ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ എന്താ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഏതാ ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന, കൂടുതൽ ടേസ്റ്റി ആയിരിക്കും മൈദയായിരിക്കും, പക്ഷേ ഹെൽത്തി നമുക്ക് ഗോതമ്പ് പൊടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമുക്കൊരു കുറച്ചും കൂടെ ഗോതമ്പ് പൊടി എടുക്കാം, കാരണം ഇത് കുറവായിരിക്കും ഇത്തിരി. അപ്പോൾ ഒരു 1/2 കപ്പ് കൂടെ നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പും കൂടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതുകൊണ്ട് ദോശ പോലെ ഉണ്ടാക്കിയെടുക്കാനാണ്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഗോതമ്പ് ദോശ ഒരു ചെറിയൊരു യെല്ലോയിഷ് കളറിൽ കിട്ടും. ഇത് മൈദയിലാണ് നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ കാണാൻ ഒന്നും കൂടെ സൂപ്പറായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഈ പൗഡറൊക്കെ നല്ലപോലെ മിക്സാക്കി നമ്മൾ ഗോതമ്പ് ദോശയ്ക്ക് ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒട്ടും തന്നെ കട്ടകളൊക്കെ ഒന്നുമില്ലാതെ നല്ലപോലെ നമുക്ക് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ എന്താ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പാൻ ചൂടാവാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഗോതമ്പ് ദോശ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കി നമുക്ക് മാറ്റണം. എന്നിട്ട് വേണം നമ്മുടെ സ്നാക്ക് റെഡിയാക്കാനായിട്ട്. നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു 2 ടീസ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ തേങ്ങ ചേർക്കാൻ മറന്നുപോയി. മസ്റ്റൊന്നുമില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പഴം മാത്രം വെച്ചാലും ഉണ്ടാക്കാം. അപ്പോൾ ചേട്ടനോട് തേങ്ങ ഇഷ്ടമാണ്, അഞ്ചുന് വലിയ ഇഷ്ടമൊന്നുമില്ല തേങ്ങ. അപ്പോൾ ഞാൻ എന്തായാലും ഇത്തിരി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നല്ല ചൂടേപ്പാടെ ഇരിക്കണേ, ചൂടാറിയിട്ടില്ല.
അപ്പോൾ ഈ ചൂടുള്ള സമയത്ത് തന്നെ ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഇത് രണ്ടാമത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പഞ്ചസാരയും തേങ്ങയും പഴമൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. ഇതിനകത്തേക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവലൊക്കെ ചേർക്കാം, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. അപ്പോൾ അതൊക്കെ ചേർത്ത് നല്ല സൂപ്പറായിരിക്കും കേട്ടോ. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു സിമ്പിൾ സ്നാക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. അത് മാത്രമല്ല ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എനിക്ക് ഇനി കട്ട് ചെയ്തൊക്കെ എടുക്കണം. അപ്പോൾ വിശന്നിരിക്കുന്നവർക്ക് പിന്നെ ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു ഇനിയിപ്പോൾ അതൊന്നും കട്ട് ചെയ്യണ്ടാവും. ഇവിടെ നമ്മുടെ ദോശ ഉണ്ടാക്കാനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവ ഞാൻ അടപ്പത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിപ്പോൾ നമുക്ക് 4 5 ഒക്കെ ഉണ്ടാക്കാം ഒരു സെയിം ടൈമിൽ തന്നെ. നമ്മുടെ ടൈം സേവ് ചെയ്യാനും അതുപോലെ തന്നെ ഗ്യാസ് സേവ് ചെയ്യാനും ഒക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1200 രൂപ കേട്ടോ. ഇതിലും കോസ്റ്റ്ലി ഉണ്ട്, ഇതിലും ലെസ് പ്രൈസിലുള്ളതുണ്ട്. പക്ഷെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു മീഡിയം നോക്കിയിട്ടാണ്. എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇത് നമുക്ക് അപ്പവും ദോശയും ചപ്പാത്തി അങ്ങനത്തെ എന്ത് ഐറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മൾ കൊടുക്കുന്ന വലുപ്പത്തിനനുസരിച്ച് മസാല ദോശയൊക്കെ പേപ്പർ ദോശ പോലെ നമുക്ക് വലിയ റൗണ്ടായിട്ടുള്ളത് അങ്ങനത്തെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു തവയാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് ഇതിനെപ്പറ്റി. അത് ആ പാനൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാവ് കോരി ഒഴിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് 3-4 അപ്പം അല്ലെങ്കിൽ ദോശയൊക്കെ ഉണ്ടാക്കാം. ഇന്നലെ ഞാൻ അപ്പം ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പും ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം അതിൻ്റെ ഒപ്പം. അപ്പോൾ ഒരു വശം കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറുവശം ഒരുവിധം കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പഴം വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ആവാനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടും. നല്ല സൂപ്പറായിരിക്കും കേട്ടോ. ചൂടേപ്പാട് കഴിക്കാൻ നല്ല അടിപൊളിയാണ്. തണുത്താലും കുഴപ്പമൊന്നുമില്ല. ഗോതമ്പ് ദോശ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അങ്ങനെ ഹാർഡാവുന്ന പ്രശ്നമില്ല. അപ്പോൾ നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ ഓരോന്നൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ വേഗം കട്ടൻ ചായയും കൂടി ഉണ്ടാക്കാൻ പോണ്. ചായ ഉണ്ടാക്കിയിട്ടില്ല, ചായക്കായിട്ട് അവർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചേട്ടനും ഇതാ കളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പോൾ വേഗം ഇതങ്ങനെ സെർവ് ചെയ്ത് കൊടുക്കാം. അടുത്ത് ഉണ്ടാക്കാനുള്ള മാവും കൂടെ ഇപ്പോൾ തന്നെ കോരി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ചായ ഉണ്ടാക്കാം. അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ ഈവനിങ് സ്നാക്ക്, നേന്ത്രപ്പഴം വെച്ചുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വെറും 5 മിനിറ്റ് മതി, വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് വേണ്ട എല്ലാ ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഇടാം. ഞാനിപ്പോൾ ഇട്ടിട്ടില്ല എന്ന് മാത്രം. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് ഉണ്ടാക്കാൻ നല്ല സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വേഗം ചായ ഉണ്ടാക്കട്ടെ. അതാ നമ്മുടെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്നാക്കും കൂട്ടി അങ്ങനെ കട്ടൻ ചായ കുടിക്കാം. അപ്പോൾ ഞാൻ എന്താ വേറെ ഒരു ട്രിപ്പും കൂടി ഉണ്ടാക്കിയെടുത്തു കേട്ടോ. നമ്മുടെ പഴം മിക്സ് ഉണ്ടായിരുന്നു കുറച്ചും കൂടെ. അപ്പോൾ അത് കഴിയുന്നവരെ ഞാൻ ഇത്രയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് ഞാനിങ്ങനെ മാറ്റി വെച്ചേക്കാണ്. ഇതുകൊണ്ട് സാധാ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രാത്രിയിലേക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് റൈസിന് പകരം ദോശയും ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ സ്നാക്ക് റെഡി. അപ്പം ഞാൻ എന്താ ഇവർക്ക് സ്നാക്ക് കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ. അപ്പോൾ 5 കൂടെ ഇരുന്ന് ഏതോ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചേട്ടനോട് ഇരുന്ന് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ 2 പേർക്കും അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി 2 പേരും ഇരുന്ന് കഴിക്കണുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ എന്താ ഇവിടെ ദോശ വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോഴേക്കും എന്താ പാലൊക്കെ എത്തി ഞങ്ങൾക്ക്. അപ്പോൾ ഞാൻ പാല് തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്.
അപ്പോൾ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ദോശ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാനെന്താ ഗ്യാസ് ഓഫ് ആക്കിയിട്ടോ. ദോശ ഉണ്ടാക്കൽ തീർന്നു. അപ്പോൾ ഇത് നമുക്ക് രാത്രിയിൽ റൈസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ റൈസോ ദോശയോ എന്ത് വേണമെങ്കിലും കഴിക്കാം. ഇനിയിപ്പോൾ എനിക്ക് പ്ലേറ്റ്സ് കാര്യങ്ങളെല്ലാം ഒന്ന് വാഷ് ചെയ്ത് വെക്കണം. പിന്നെ ഇന്നത്തെ ഞങ്ങളുടെ ഐറ്റംസുകളെല്ലാം അവിടെ കുറച്ച് ബാക്കിയായിട്ട് ഇരിപ്പുണ്ട്. ഇത് പേരയ്ക്ക നോക്കി, ഞങ്ങളുടെ വലിയ പേരയ്ക്ക വെച്ചായിരുന്നല്ലോ, ഇവിടെ നമുക്ക് ആ വലിയ പേരയ്ക്ക കിട്ടും. അപ്പോൾ അതിനകത്ത് ഉപ്പും പിന്നെ ഇത്തിരി ചതച്ച മുളകും കൂടെ ഇങ്ങനെ തേച്ച് പകുതി കട്ട് ചെയ്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്നു ഇങ്ങനെ ടിഫിനിൽ വെച്ചതാണ്. വൈകുന്നേരം എപ്പോഴെങ്കിലും ബിസ്കുട്ടൊക്കെ എടുത്ത് കഴിക്കാമെന്ന് വെച്ചു. പിന്നെ ഇവിടെ ഞാൻ വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും കൂടെയുള്ള ഒരു ഉപ്പേരി ഉണ്ടാക്കിയായിരുന്നു ഉച്ചക്കലത്തെ ചോറിനായിട്ട്. അപ്പോൾ അത് ബാക്കി വന്നപ്പോൾ ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണ്. പിന്നെ രാവിലെ ഞാൻ ഉണ്ടാക്കിയത് ഉപ്പുമാവും. അപ്പോൾ ഉപ്പുമാവും എന്താ അവിടെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. ഉപ്പുമാവും ഗ്രീൻ പീസ് കറി ആയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതങ്ങനെ കുറച്ച് ബാക്കി. പിന്നെ ഞാൻ ഇന്ന് രാവിലെ ലഞ്ചിനായിട്ടൊന്ന് ഉണ്ടാക്കി വെച്ചത് എലിശ്ശേരിയാണ്. അപ്പോൾ മത്തങ്ങയും പയറുമായിട്ടുള്ള എലിശ്ശേരി. അപ്പോൾ അത് കുറച്ച് ബാക്കി വന്നപ്പോൾ ഞാൻ എന്താ കുക്കറിൽ നിന്ന് ഇത് മാറ്റി കുക്കറിൽ വാഷ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ രാത്രിയിലേക്കുള്ള കറി എല്ലാം റെഡിയാണ്. പിന്നെ റൈസും റെഡിയാണെന്ന് തന്നെ പറയാം. റൈസ് എല്ലാവരും കുറേശ്ശെ എടുത്തുള്ളൂ, വലിയ വിശപ്പില്ലാന്നുള്ളൂ. ചപ്പാത്തിയൊക്കെ കഴിച്ച് അങ്ങനെ അധികം വൈകാത്തതുകൊണ്ട് ഇന്ന് സാറ്റർഡേ ഉള്ളൂ, ഞങ്ങൾക്ക് വേഗം തന്നെ ക്ലാസ് കഴിയുന്ന ദിവസം സാറ്റർഡേ. അപ്പോൾ ടിഫിൻ കഴിച്ചിട്ട് വന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ക്ലാസ് കഴിഞ്ഞ് വന്നു. അപ്പോൾ വലിയ വിശപ്പൊന്നുമില്ല. അങ്ങനെ എല്ലാവരും കുറച്ച് റൈസ് എടുത്തുള്ളൂ, ബാക്കി റൈസ് അങ്ങനെ തന്നെ കുക്കറിൽ ഇരിക്കണം. അപ്പോൾ രാത്രിയിലേക്കുള്ള കുക്കിംഗ് അങ്ങനെ തീർന്നിട്ടുണ്ട്. ഇനി ഒരേ മുട്ട പൊരിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വൈകുന്നേരത്തെ ഫുഡും റെഡി. ഇന്നത്തെ ശേഷമൊക്കെ ഇത്രയ്ക്കൊക്കെയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ PG's Vlogs എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തതിന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എങ്കിലും പുതിയ വീഡിയോസൊക്കെ ഞാനിടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇനിയും കാണാൻ ഇഷ്ടപ്പെടുന്നവർ താല്പര്യപ്പെടുന്നവർ ചാനൽ ഫോളോ ചെയ്യാനായിട്ട് ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. അപ്പോൾ വേണ്ടി നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ.